ലീഗിന്റെ കാര്യത്തിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്. ലീഗിന്റെ 5 മന്ത്രിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ വിവരങ്ങൾ എന്തായാലും കൃത്യമായും ഷഹീദ് നൽകേണ്ടതാണ്. ഷഹീദിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് ഇപ്പോൾ ഈ സമയം പ്രസക്തമാവുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോൾ നമുക്കറിയാം വി കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ടി കെ ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ കന്റോൺമെന്റ് ഹൗസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ കിട്ടാൻ പാടായിരിക്കും. എന്തായാലും ഇപ്പോൾ ടി കെ ഗോവിന്ദൻ മാസ്റ്ററെ നമുക്കിപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ കാണാം. വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് അവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുകയാണ്. ഒന്ന് ആ ക്യാമറ അങ്ങോട്ട് ആ ഫ്രെയിമിനൊരു പ്രാധാന്യമുണ്ട്. വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദൻ മാസ്റ്ററും ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈ കണ്ണൂരിലെ പ്രധാനപ്പെട്ട കോട്ട തകർത്തിട്ടുള്ള രണ്ടുപേരാണ്. പയ്യന്നൂരിലെ കോട്ടയും CPM-ലെ തളിപ്പറമ്പ് കോട്ടയും ഇത് രണ്ട് തകർത്ത ആളുകൾ. അവർ നിൽക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതെ, നമസ്കാരം. ഒന്ന് പക്ഷേ അങ്ങനെ നമ്മള് പിന്നെ MLA ആയ ശേഷമാണ് കാണുന്നത്. ഉഷാറല്ലേ? ഓ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുക എന്നുള്ള രണ്ട് CPM-ന്റെ പ്രധാനപ്പെട്ട നമസ്കാരം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ കിട്ടുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-ന്റെ കോട്ട. അതെ, പക്ഷേ ഇതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. CPM-ന്റെ കോട്ട പൊളിച്ചതിന് ശേഷമുള്ള കൂടിക്കാഴ്ച ഇതിന് ശേഷം കണ്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? ഇവിടെ ഇപ്പോ നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ടോ? മീറ്റ് ചെയ്തോ? നേരത്തെ കണ്ടു. അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് പോയിട്ട് വരാന്ന് വെച്ചില്ല. അത് ശരി. ഇപ്പൊ സാധാരണ തിരുവനന്തപുരത്തേക്ക് വരിക CPM-ന്റെ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ടാണ്. ഇവിടെ ഇപ്പോ UDF-ന്റെ ഒരു മന്ത്രിസഭയെ പിന്തുണയ്ക്കാൻ വേണ്ടി വരുന്ന ആദ്യത്തെ വരവാണ് അല്ലേ? അതല്ല, അത് ഞങ്ങള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട നേതാക്കന്മാരെ കാണുക എന്നുള്ളത് സാമാന്യമായ രീതിയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്, എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ എന്താ ഈ ഒരു മാറ്റത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ എന്ത് തോന്നുന്നു? അല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഭരണമാറ്റം അത് ജനങ്ങൾ ആഗ്രഹിച്ചു. അപ്പൊ അതിനനുസരിച്ച് ആ മാറ്റത്തിന്റെ പ്രതീകങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും. മറ്റന്നാൾ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുക. നമുക്ക് അസ്കർജിയൊക്കെ നമുക്ക് എത്രയോ കാലമായി CPM-ന് വേണ്ടി ചാനൽ ചർച്ചകൾ തിളങ്ങി നിന്നിട്ട് വി ഡി സതീശന്റെ കന്റോൺമെന്റ് ഹൗസിന്റെ മുറ്റത്ത് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കാഴ്ച മുഴുവൻ എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം ചെയ്ത് മറ്റേ ഈ ചിത്രം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാവുന്ന? യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന UDF ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ഇടതുപക്ഷ വിശ്വാസികൾ, ഞങ്ങളിപ്പോൾ ഇടതുപക്ഷമാണ്, ആ ഇടതുപക്ഷ അടിത്തറയുള്ളവർ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ വരുന്നതിൽ ആഹ്ലാദത്തിലും നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നതും ആ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. മാത്രമല്ല ശ്രീ വി ഡി സതീശൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു നവോത്ഥാനം കൂടി സംഘടിപ്പിച്ചു. ഒരൊറ്റ മത നേതാക്കന്മാരെ പോലും അങ്ങോട്ട് ചെന്ന് കണ്ട് പിന്തുണ തേടാതെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും എനിക്കൊരു വോട്ട് വേണ്ട എന്ന് പറയുന്ന ആ ആർജവത്തെ, അതാണ് ഇടതുപക്ഷ ആർജവം. എന്തായാലും ഇതൊരു ഇടതുപക്ഷ കൂട്ടായ്മയായി മാറണം. അപ്പോ എല്ലാ ആശംസകളും. കാണാം വീണ്ടും. ഓൾ ദ ബെസ്റ്റ്. കാണാം. അപ്പോ സന്തോഷം. അഭിലാഷ്, ഇപ്പോൾ ഈ UDF-ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ UDF-ൽ ജയിച്ചു വന്ന MLA-മാരിൽ ഒരു ഇടതുപക്ഷ കൂട്ടായ്മയുണ്ട്. അതായത് KK രമ ആ ഭാഗത്താണ്. അതോടൊപ്പം തന്നെ ഷിബു ബേബി ജോണിന്റെ കൂടെ 3 പേരുണ്ട്. RSP-കാരായ വിപ്ലവകാരികളായ 3 റവല്യൂഷണറി സോഷ്യലിസ്റ്റുകളായ 3 പേർ. അതെ, അവർ 3 പേരുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവർ 2 പേരുണ്ട്. അങ്ങനെ വലിയൊരു ഒരു ഇടത് കൂട്ടായ്മ UDF ക്യാമ്പിലുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ച ഭയങ്കര രസമുള്ള ഒരു കാഴ്ച. തീർച്ചയായിട്ടും വളരെ രസമുള്ള ഫ്രെയിമാണ്. കുഞ്ഞികൃഷ്ണൻ മാഷും അതുപോലെ തന്നെ ടി കെ ഗോവിന്ദൻ മാഷും ഒരുമിച്ച്, അതുപോലെ തന്നെ ഇടത് ചാനൽ പോരാളികളിൽ ഒരാളായിരുന്ന BN ഹസ്കർ, അദ്ദേഹം ഈ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായി പങ്കുവഹിച്ച ആളാണ്. കൊല്ലത്ത് നിന്ന് പോയി അവിടെ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്. ഈ തരത്തിലൊക്കെ ഉള്ള കൗതുകരമായ കാഴ്ചകൾ കൊണ്ടുകൂടി സമ്പന്നമാണ്. നമ്മൾ മറ്റേ ഇടത് ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ UDF-ലെ ഇടത് കൂട്ടരുടെ കാര്യം പറഞ്ഞപ്പോൾ CPI-യോട് വരെ വിട്ടുപോയി. തീർച്ചയായിട്ടും CPI തവണ മന്ത്രിയായിട്ട് മന്ത്രിസഭയിൽ ഉണ്ടാകും അദ്ദേഹം. നമുക്കറിയാവുന്നതുപോലെ MV രാഘവനൊപ്പം വിട്ടതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും തിരികെ പോവാത്ത ആൾ കൂടിയാണ്. അങ്ങനെ ഒരു പ്രസക്തി ശരിക്കും CP ജോണിനെ സംബന്ധിച്ചുകൊണ്ട്. CP ജോണിനെ നമ്മൾ രാവിലെ കണ്ടിരുന്നു. ഇങ്ങനെ ഈ തരത്തിൽ അമൽ ഇനിയിപ്പോൾ നോക്കൂ, ഇപ്പോൾ